കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കിങ്ങിണി എന്നൊരു പശുക്കുട്ടിയുണ്ടായിരുന്നു. സുന്ദരിയും കുറുമ്പിയുമായിരുന്നു കിങ്ങിണി. രാവിലെ ആയോ? എഴുന്നേൽക്കാം. വിശന്നിട്ട് വയ്യ. കുളത്തിനടുത്തെ പുൽത്തകിടിയിൽ പോയി പുല്ല് തിന്നാം. അവിടുത്തെ പുല്ലിന് നല്ല സ്വാദാണ്. ഓർക്കുമ്പോഴേ വായിൽ വെള്ളം വരുന്നു. കിങ്ങിണി, നിൽക്ക്. ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ഇപ്പോ കുളത്തിൽ ആനക്കൂട്ടം കുളിക്കാൻ വന്നിട്ടുണ്ടാവും. ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാ. സാരമില്ല അമ്മേ, ഞാൻ സൂക്ഷിച്ചോളാം. ഇവളിങ്ങനെ പറഞ്ഞ അനുസരിക്കാതിരുന്ന് എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. നേരം ഇത്ര പുലർന്നിട്ടും അവൻ എഴുന്നേറ്റില്ലേ? ഇവിടെയൊന്നും കാണുന്നില്ല. അവന്റെ വീട്ടിൽ തന്നെ പോയി വിളിച്ചോണ്ട് വരാം. കിങ്ങിണി പശുക്കുട്ടിയും കുഞ്ഞൻ എന്നു പേരുള്ള ഒരു ഉറുമ്പും വലിയ കൂട്ടുകാരായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി വാ, നമുക്ക് പോകാം. നേരം വെളുത്തല്ലോ. ഇതാരാ? കിങ്ങിണിയോ? രാവിലെ തന്നെ എവിടേക്കാ? നീ വേഗം വാ, എനിക്ക് വിശക്കുന്നു. കുളത്തിനടുത്തെ പുൽത്തക്കടിയിൽ പോയി പുല്ല് ശാപ്പിടണം. എന്നാൽ നീ വേഗം പോയി പുല്ല് തിന്നിട്ട് വാ. എനിക്ക് കഴിക്കാനുള്ളത് ഇന്നലെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതല്ല കുഞ്ഞാ, നീ വന്നില്ലെങ്കിൽ ശരിയാവില്ല. കുളത്തിൽ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടാവും. അതിലെ ആ മണിയനാന ഒട്ടും ശരിയല്ല. അവൻ എന്നെ കണ്ടാൽ അപ്പോൾ ഓടിക്കും. ഇത്തിരി പോലും പുല്ല് തിന്നാൻ സമ്മതിക്കില്ല. എന്നാൽ അവൻ വയറ് നിറയ്ക്കുന്നതോ ആ പുല്ലൊന്നും തിന്നിട്ടുമല്ല. അത് ശരി. പക്ഷേ നിന്റെ കൂടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? നീ എൻ്റെ കൂടെ വന്ന് നിന്നാ മതി. ഞാൻ പുല്ല് തിന്നോണ്ടിരിക്കുമ്പോൾ അവൻ കുളത്തിൽ നിന്നും കയറി വരുന്നുണ്ടോന്ന് നീ നോക്കണം. വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം. അങ്ങനെ. എന്നാൽ ഞാൻ വരാം. അങ്ങനെ കുഞ്ഞനുറുമ്പും കിങ്ങിണിയും കുളക്കരയിലേക്ക് തിരിച്ചു. എന്നാലും കിങ്ങിണി, ആ മണിയനാണ് അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലോ. അവൻ പുല്ല് തിന്നുകയുമില്ല, നിന്നെ തിന്നാൻ സമ്മതിക്കുകയുമില്ല. ഇത് എവിടത്തെ ന്യായം? നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ആനകളോട് കളിക്കാൻ പോയാൽ നമുക്ക് തന്നെ ആയിരിക്കും പണി കിട്ടുന്നത്. ഈ ആനകൾക്ക് ഭയങ്കര ശക്തിയാ. നമുക്കൊന്നും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് മണിയനാനയ്ക്ക് ഇത്ര അഹങ്കാരവും. അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം. ഈ ഇത്തിരി പോന്ന നീയാണോ അവനോട് ഏറ്റുമുട്ടാൻ പോകുന്നത്? അവൻ കാലെടുത്തൊന്ന് നിന്റെ മേലെ വെച്ചാ മതി, പ്ലിങ്, നിന്റെ കഥ അതോടെ തീരും. ഞാൻ തീരെ ചെറിയതാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ എന്നെ കൊണ്ടും പലതും ചെയ്യാൻ പറ്റും. ആനയുടെ മുൻപിൽ ഈ ഇത്തിരി കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും? നീ നോക്കിക്കോ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞാ, നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു. നീ പേടിക്കാതിരി.
അവിടെ നിന്ന് പുല്ല് തിന്നുന്നത്? ഇന്നെന്താ ഇവൾക്ക് ഇത്ര ധൈര്യം? ഞാനിവിടെ ഉണ്ടെന്ന് കണ്ടില്ലേ? എന്തായാലും ഒന്ന് അറിയിച്ചു കൊടുക്കാം. അയ്യോ, അതാ അവൻ നമ്മളെ കണ്ടു. ഇനി എന്ത് ചെയ്യും? നീ പേടിക്കാതെ പുല്ല് തിന്ന് വേറെ നിറക്കേ. ഞാൻ ചിഹ്നം വിളിച്ചിട്ടും അവളത് കേട്ടതായി പോലും നടിക്കുന്നില്ലല്ലോ. ഇനി ഞങ്ങൾ ഓടിച്ചിട്ടു തന്നെ കാര്യം. മണിയനെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മണിയാ, നിൽക്കവിടെ. കിങ്ങണി നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ നീ എന്തിനാണ് ഒരു കാര്യവുമില്ലാതെ അവളെ ഓടിക്കുന്നത്? ഇതൊക്കെ പറയാൻ നീ ആരാ? ഞാൻ കാലെടുത്തെന്ന് വെച്ചാൽ നീ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് എൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നിന്റെ ജീവന് നല്ലത്. അയ്യോ കുഞ്ഞാ, എനിക്ക് വേഗം ചുറ്റു വയ്യ. നീ വേഗം തുമ്പിക്കൈക്കുള്ളിൽ നിന്ന് ഇറങ്ങി വാ. അങ്ങനെ ഞാൻ ഇപ്പൊ ഇറങ്ങി വരുന്നില്ല. ഇനി നീ കിങ്ങണിയെ ശല്യപ്പെടുത്തില്ലെന്ന് വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇറങ്ങി വരൂ. അയ്യോ ഇല്ല കുഞ്ഞാ, ഞാൻ ഇനി ഒരിക്കലും കിങ്ങണിയെ പേടിപ്പിക്കില്ല. നീ ഒന്ന് ഇറങ്ങി വാ. ശക്തനാണ്, പക്ഷേ നിന്റെ ശക്തി ബാക്കിയുള്ളവരെ പേടിപ്പിക്കാനല്ല ഉപയോഗിക്കേണ്ടത്. നിന്റെ ശക്തി മറ്റുള്ളവർക്ക് ഉപകാരത്തിനുള്ളതാവണം. പിന്നീട് ഒരിക്കലും മണിയനാന മറ്റു മൃഗങ്ങളെ ഉപദ്രവിച്ചില്ല. മാത്രമല്ല, കുഞ്ഞനും കിങ്ങിണിയും മണിയനും നല്ല കൂട്ടുകാരാവുകയും ചെയ്തു. എടുക്കാനും പറ്റുന്നില്ല, കൊതി കൊണ്ട് ഉപേക്ഷിക്കാനും തോന്നുന്നില്ല. എന്താടേ ഓടെ ചാടാൻ നോക്കുവാണോ? കടിയും പിടിയും വിട്ട് എല്ലും പോയി നിൽക്കുന്നവനെ ചുമ്മാ കളിയാക്കല്ലേടോ. എല്ല് പോയെന്നോ? ആരുടെ? എന്റെ എല്ല്. നിന്റെ എല്ല് ഊരിപ്പോയിട്ട് നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. താൻ എന്താ ഈ പറയുന്നേ? എന്റെ എല്ല് ഊരിപ്പോയെന്നൊന്നും അല്ല. ഞാൻ ശാപ്പിടം കൊണ്ടുവന്ന എല്ല് ഈ ഓടയിൽ പോയെന്നാ പറഞ്ഞത്. പറ്റുമെങ്കിൽ എല്ലും കഷ്ണം എടുത്തു തന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ? നായിക്കുട്ട, നീ ഇത്രയും നേരം ശ്രമിച്ചിട്ട് നടന്നില്ല. പിന്നെയാണോ എന്നെ കൊണ്ട് സാധിക്കുന്നത്? വെറുതെ സമയം കളയാമെന്ന് മാത്രം. അയ്യോ, ഇനിയപ്പോ എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്. എന്ത് വേണമെങ്കിലും ചെയ്യാം. പറ, എന്താ? എല്ലിന്റെ കാര്യം അങ്ങ് മറന്നേക്ക്. ഹോ, എല്ലായതുകൊണ്ട് ഉപേക്ഷിച്ച് കളയാനും പറ്റുന്നില്ല. പോയതോർത്ത് ദുഃഖിക്കാതെ പോകാൻ നോക്ക് ചങ്ങാതി. എന്താ രണ്ടുപേരും കൂടെ എന്തോ വലിയ തർക്കത്തിലാണെന്ന് തോന്നുന്നല്ലോ. ബുദ്ധിപരമായ എന്തെങ്കിലും സഹായം എന്നെ കൊണ്ട് ആവശ്യമുണ്ടോ? ഈ നായ്ക്കുട്ടൻ കൊണ്ടുവന്ന ഒരു എല്ലും കഷണം അത് ഈ ഓടയിൽ വീണുപോയി. അത് എടുക്കാൻ പറ്റുന്നില്ല. അതാണ് കാര്യം. അയ്യോ,
അത് കഷ്ടമായി പോയല്ലോ. ഹോ, എന്തോന്ന് കഷ്ടം? ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണെന്നേ. പണ്ട് ഞാൻ പിടിച്ചു കടിച്ചു കൊണ്ടുവന്ന ഒരു എലി ഇതുപോലെ ഓടയിൽ വീണുപോയതാ. ഒത്തിരി ആഗ്രഹത്തോടെ നമ്മൾ കൊണ്ടുവരുന്ന എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു സങ്കടമുണ്ടല്ലോ, അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ചങ്ങാതി, നിനക്കെന്നെ വിഷമം മനസ്സിലായല്ലോ. എല്ലിൻ കഷ്ണം എടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശ്ശോ, കിട്ടിയില്ലല്ലോ. ഹേയ്, ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാമായിരുന്നു. അതാണ് ഞാൻ ശ്രമിക്കാത്തത്. ഓ നായക്കുട്ടാ, എനിക്ക് എല്ലും കഷ്ണം എടുക്കാൻ പറ്റില്ല. വെറുതെ ഈ എല്ലും കഷ്ണത്തിന് വേണ്ടി സമയം പാഴാക്കണ്ട കേട്ടോ. ഈ എല്ലിൻ കഷ്ണം ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഹോ, തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ബുദ്ധിയില്ലാത്തതാണ് ഇതിനെല്ലാം കാരണം. എന്താ നായിക്കുട്ടാ, എന്തു പറ്റി? എന്റെ എല്ലിൻ കഷ്ണം ഓടയിൽ വീണുപോയി. സാരമില്ല, ഞങ്ങൾ സഹായിക്കാം. നിങ്ങളോ? എന്ത് മണ്ടത്തരമാണ് ഈ പറയണത്? നിങ്ങളെക്കാൾ ശക്തരായ ഞങ്ങൾ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെയാണ് ഇത്തിരി പോന്ന ഉറുമ്പ്. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. ആ, ശ്രമിച്ചോ ശ്രമിച്ചോ. വീണ്ടും ഒരു പരാജയം കൂടി കാണേണ്ടി വരുമല്ലോ എന്നോർത്താ എന്റെ സങ്കടം. കൂട്ടുകാരെ, എല്ലാവരും ആഞ്ഞു പിടിച്ചോണം. സകല ശക്തിയുമെടുത്ത് ഞങ്ങൾ പിടിക്കും. ഏലം പിടി ഏലയ്യ, ഏലേലയ്യ ഏലയ്യ, ഒത്തുപിടിച്ചാൽ ഏലയ്യ, ഏലേലയ്യ ഏലയ്യ, മലയും പോരും ഏലയ്യ, ഏലേലയ്യ ഏലയ്യ, എല്ലും പോരും ഏലയ്യ, ഏലേലയ്യ ഏലയ്യ. ഹായ് കൂട്ടുകാരെ, ഒത്തിരി ഒത്തിരി നന്ദി. ഓ, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ ഉറുമ്പുകൾ നമ്മളെ ഞെട്ടിച്ചു. കൂട്ടുകാരെ, ഞങ്ങളെപ്പോലെ നിങ്ങളും ഒത്തൊരുമിച്ച് ശ്രമിച്ചായിരുന്നെങ്കിൽ ഈ എല്ലിൻ കഷ്ണം എളുപ്പത്തിൽ എടുക്കാൻ കഴിയുമായിരുന്നു. 3 പേരും ഒരുമിച്ച് പരിശ്രമിക്കാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശ്രമിച്ചത് കൊണ്ടാണ് പരാജയപ്പെട്ടത്. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. ഒരുമിച്ച് പരിശ്രമിച്ചാൽ വിജയം ഉറപ്പ്. ഒന്ന് വേഗം എടുക്ക്, ഇനിയും ഒരുപാടുണ്ട്. പെട്ടെന്നാട്ടടേ. ഇങ്ങനെ പോയാൽ ഞാൻ ലോറി വിളിക്കേണ്ടി വരും. വെറുതെ ജോലിയൊന്നും ചെയ്യാതെ ഒരിടത്തിരുന്ന് ഉറങ്ങിയാലോ? എന്താ കേട്ടില്ല? അല്ല, ഞാൻ പറയുമായിരുന്നു വെറുതെ ഉറങ്ങാതെ വേഗം ജോലി തീർക്കാമെന്ന്. ഉറുമ്പിൻ കൂട്ടം തിരക്ക് പിടിച്ച് തങ്ങളുടെ ജോലി തിരക്കിനിടയിൽ ഒരു വലിയ ശബ്ദം കേൾക്കാനിടയായി. എന്താ വലിയൊരു ശബ്ദം കേട്ടത്? എനിക്കെങ്ങനെ അറിയാം? ഞാൻ നിന്റെ അടുത്തല്ലേ നിൽക്കുന്നേ. എനിക്ക് മാജിക് ഒന്നും അറിയില്ല. പോയി നോക്കാം. ഇരുവരും കൂടി ശബ്ദം കേട്ട ഭാഗത്തേക്ക് പതിയെ നടന്നു. വല്ല ചക്കയോ മാങ്ങയോ ആണേൽ ദാ അവിടെ വെറുതെ നിൽക്കുന്ന ഉറുമ്പുകളുടെ തലയിൽ വെച്ചു കൊടുക്കാം. വേണ്ട, നോക്കിയേ. അയ്യോ, ഒരു പാവം തേനീച്ച ബോധം കെട്ട് കിടക്കുന്നു. നമുക്കിതിനെ കിന്നര വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയാലോ? ഇതിന് ബോധമുണ്ട്. എന്നാ ബോധം പോയിട്ട് കൊണ്ടുപോവാ. ഓ, ബോധം പോയി. വാ, നിന്റെ തലയിലേക്ക് ഞാനിതെടുത്ത് വെച്ച് തരാം. അത് വേണ്ട. എന്നാ ഒരുമിച്ച് പിടിക്കാം. നീ തല പിടിക്ക്, ഞാൻ കാല് പിടിക്കാം. അത് പറ്റില്ല. നീ കാല് പിടിക്കേ, ഞാൻ തലയിൽ പിടിക്കാം. നമ്മൾ ചെയ്യുന്ന നന്മകൾ എല്ലാവരും അറിഞ്ഞാ മതിയായിരുന്നു. ഇരുവരും കൂടി തേനീച്ചയെയും കൊണ്ട് വൈദ്യന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ ഇതെല്ലാം മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു തുമ്പി കാണുന്നുണ്ടായിരുന്നു. ഓഹോ, പാവം തേനീച്ചയെ തലക്കടിച്ചു വീഴ്ത്തി തട്ടിക്കൊണ്ടുപോകുവാണല്ലേ. ശരിയാക്കി തരാം.
എന്നാലും അതെങ്ങനെ സംഭവിച്ചു? അതങ്ങനെ വരേണ്ടതല്ലല്ലോ. ആശാനെ, ആശാൻ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? ഓ, എന്റെ ശിഷ്യ ഒന്നും പറയണ്ട. കരച്ചില് നിർത്താനേ കുറുമ്പി ആനയ്ക്ക് ഞാനൊരു മരുന്ന് കൊടുത്തു. എന്നിട്ട് കരച്ചില് നിന്നു. പക്ഷേ ഇപ്പൊ ചിരി നിൽക്കുന്നില്ല. എന്തായാലും കരച്ചില് നിന്നല്ലോ. ഓ, നിന്നു. ആശാനെ, ഒരു കോള് വരുന്നുണ്ട്. മഴക്കോളോ? ഈ ചൂട് കാലത്തോ? ആശാനെ, അങ്ങോട്ട് നോക്ക്. ശരിയാണല്ലോ ശിഷ്യ. ആശാനെ നോക്കിയേ, അവർക്ക് നടന്നു വരാൻ വലിയ പാടാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി സഹായിക്കട്ടെ? വേണ്ട വേണ്ട, അവര് പതിയെ വന്നാ മതി. അതെന്താ ആശാനെ? എന്നാലല്ലേ ഞങ്ങൾ വൈദ്യന്മാരുടെ അന്താരാഷ്ട്ര ചോദ്യം ചോദിക്കാൻ പറ്റൂ. അതെന്ത് ചോദ്യം? എന്താ കൊണ്ടുവരാൻ വൈകിയത് എന്ന്. നീ ഒരു മണ്ടൻ തന്നെ. ആശാന്റെ കൂടെ കൂടിയതിന് ശേഷമാ. വൈദ്യര് ഒന്ന് നോക്കണം, ബോധമില്ല. എന്താ കൊണ്ടുവരാൻ വൈകിയത്? വീണപ്പോൾ ബോധമുണ്ടായിരുന്നു വൈദ്യരെ. പിന്നെ ബോധം പോകുന്നത് വരെ കാത്തിരുന്നു. വൈദ്യന് കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അതെ അതെ, നല്ല കഴിവുള്ള വൈദ്യനാണ്. അപ്പോഴേക്കും തേനീച്ച പട്ടാളം അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അയ്യോ നോക്കിയേ, തേനീച്ചക്കൂട്ടം. നിങ്ങൾ എന്റെ അനിയനെ പിടിച്ചുകൊണ്ട് വന്നത് എന്തിനാണ്? അയ്യോ, ഞാൻ പിടിച്ചോണ്ട് വന്നൊന്നുമല്ല. പിന്നെ എടുത്തോണ്ട് വന്നതാ അല്ലേ? തേനീച്ചക്കൂട്ടവും ഉറുമ്പും തമ്മിൽ ആകെ ബഹളമായി. കാര്യം നിസാരം, പ്രശ്നം ഗുരുതരം. എന്താ സംഭവം? ഓ, ഞാൻ സ്വപ്നം കാണുകയാണ്. സ്വപ്നമൊന്നുമല്ല, നിന്റെ ബോധം പോയതിനെ പറ്റിയുള്ള തല്ലാണ്. ഓ, അപ്പൊ ഞാൻ നടന്നതെല്ലാം പറഞ്ഞിട്ട് പ്രശ്നം തീർക്കണമായിരിക്കും. അതല്ലേ അതിന്റെ രീതി. അപ്പോ എന്റെ മണ്ടത്തരം എല്ലാരും അറിയില്ലേ? എന്നാലും നീ എല്ലാം പറയണം, അതാ രീതി. ശരി, എല്ലാവരും ഒന്ന് നിർത്തിക്കേ. ഹായ്, എന്താ ശാന്തത? ചെറുതായി ഞാൻ നിലത്തൊന്ന് വീണു, അങ്ങനെയാ ബോധം പോയേ. അയ്യോ, ഞാൻ പെട്ടു. നാട് വിടാം, അല്ലേ കള്ളം പറഞ്ഞതിന് എന്നെ അവരിടിച്ച് തേനെടുക്കും. കണ്ടോ? പറഞ്ഞത് കണ്ടോ? കണ്ടില്ല, പക്ഷെ പറഞ്ഞത് കേട്ടു. സത്യമറിയാതെ നിങ്ങളോട് വഴക്കുണ്ടാക്കിയതിന് ഞങ്ങളോട് ക്ഷമിക്കണം. തേനീച്ചയിൽ നിന്ന് തന്നെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ തേനീച്ച പട്ടാളത്തിന് തങ്ങളുടെ എടുത്തുചാട്ടം തെറ്റായെന്ന് ബോധ്യമാവുകയും ഉറുമ്പുകളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഒരിക്കൽ പുഴവക്കത്തെ ഒരു തേന്മാവിൻ കൊമ്പിൽ കൂട്ടുകാരായ തത്തമ്മയും അണ്ണാറക്കണ്ണനും ഇരിക്കുകയായിരുന്നു. തത്തപ്പെണ്ണെ, നീ ഇന്ന് നെന്മണിപ്പാടത്ത് നെല്ല് തിന്നാൻ പോയില്ലേ? അവിടേക്ക് തന്നെയാണ് പോകുന്നത് ചങ്ങാതി. അവിടത്തെ വാഴത്തോട്ടത്തിൽ നല്ല തേനുള്ള വാഴക്കൂമ്പുകളുണ്ട്. അത് നിന്നോട് പറയാനായി വന്നതാണ്. അതെയോ? എന്നാൽ ഇന്ന് നിന്നോടൊപ്പം ഞാനും വരാം. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. താഴെ പുഴയിലൂടെ ഒരു ഉറുമ്പ് ഒഴുകി വരുന്നു. എങ്ങനെയോ കാൽ തെറ്റി വീണ ഉറുമ്പ് വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ട തത്തമ്മ വേഗം മരക്കൊമ്പിൽ നിന്ന് പറന്ന് ഉറുമ്പിന്റെ അടുത്തെത്തി. മുങ്ങി താഴ്ന്ന ഉറുമ്പിനെ കണ്ട തത്തമ്മയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. തത്തമ്മ പെട്ടെന്ന് കരയിലേക്ക് പറന്ന് ഒരു പച്ചില മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ടു. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഇലയിൽ പിടിച്ചു കയറി ഉറുമ്പ് സുരക്ഷിതനായി. അവശനായ പാവം ഉറുമ്പിനെ ആ തത്തമ്മ ഇലയോടെ കൊത്തിയെടുത്ത് കരയിലേക്ക് കയറ്റി.
തത്തപ്പണ്ണെ, ഈ തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പുഴയിൽ മുങ്ങി മരിച്ചു പോയേനെ. ആ സമയത്ത് നിന്നെ കാണാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ്. നിന്റെ ഭാഗ്യമോ? അതെ, അതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം തന്നെയാണ്. കുഞ്ഞുറുമ്പേ, നീ എങ്ങനെയാണ് ഈ പുഴയിൽപ്പെട്ടത്? ഞാൻ അക്കരെയുള്ളൊരു മരത്തിൽ തേനെടുക്കാൻ കയറിയതാണ്. അപ്പോൾ എൻ്റെ കാൽ വഴുതി പുഴയിലേക്ക് വീണു. ശ്രദ്ധയില്ലാതെ മരത്തിൽ കയറി നടന്നാൽ ഇങ്ങനെ ഇരിക്കും. എന്തായാലും തക്ക സമയത്ത് തത്തപ്പെണ്ണ് നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഒഴുകി കടലിൽ പോയേനെ. തത്തപ്പണ്ണെ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് ഞാൻ എന്തെങ്കിലും നിനക്ക് പ്രത്യുപകാരം ചെയ്യും. പ്രത്യുപകാരം ചെയ്യുന്നു നീയോ? തിരിപ്പോന്നേ കുഞ്ഞുറുമ്പ്. ആകാശത്തു കൂടി പറക്കാൻ പോലും കഴിവുള്ള തത്തപ്പനെ തിരിച്ചു സഹായിക്കുമെന്നു വെറുതെ തമാശ പറയല്ലേ കുഞ്ഞുറുമ്പേ? എന്നാറക്കണ്ണ, ഇങ്ങനെ ആരെയും പരിഹസിക്കരുത്. കുഞ്ഞുറുമ്പേ, ഇന്നു മുതൽ നമ്മൾ നല്ല ചങ്ങാതിമാരായിരിക്കും. ഇത്രയും പറഞ്ഞ് തത്തമ്മ പറന്നുയർന്നു. അണ്ണാറക്കണ്ണൻ അടുത്ത മരക്കൊമ്പിലേക്ക് ചാടിപ്പോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവിടേക്ക് ഒരു വേടൻ കടന്നു വന്നു. ഇരയെ തേടി വന്ന വേടൻ അവിടെ എല്ലാം പരതി നടന്നു. അപ്പോഴാണ് മരക്കൊമ്പിലിരിക്കുന്ന തത്തമ്മ വേടന്റെ കണ്ണിൽപ്പെട്ടത്. ആ സമയം അതുവഴി ധാന്യവും ശേഖരിച്ചു വന്ന കുഞ്ഞനുറുമ്പിന് എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. ഈ വേടൻ പാവം തത്തപ്പനെയാണല്ലോ ലക്ഷ്യമിക്കുന്നത്. എങ്ങനെയും അതിനെ രക്ഷിക്കാൻ ഒരു ഉപായം കണ്ടെത്തണം. ഉറുമ്പ് വേഗം വേടന്റെ കാൽ ചുവട്ടിലെത്തി അവന്റെ കാലിൽ ആഞ്ഞു കടിച്ചു. എന്തായാലും തത്തപ്പനെ രക്ഷിക്കാനായി. കുഞ്ഞിനുറുമ്പേ, നീ എന്നോട് ക്ഷമിക്കണം. അന്ന് നിന്നെ ഞാൻ പരിഹസിച്ചതിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. അത് സാരമില്ല ചങ്ങാതി. ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. അതിൽ വലുതെന്നോ ചെറുതെന്നോ ഇല്ല.